നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയാട്ടോ ഇത്. ഞാൻ അന്ന് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത ശേഷം കോളിഫ്ലവർ ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ പോയപ്പോൾ അമ്മ പറഞ്ഞു ഗോപി മഞ്ചൂരിയൻ വേണ്ട, നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. ഈ സംഭവം ഞാൻ ആദ്യമായിട്ട് ചെയ്യാണ്, ഇത് അമ്മയുടെ റെസിപ്പി കേട്ടോ. ഫ്രൈ ചെയ്ത ശേഷം വേദയും അച്ഛനും കൂടെ ആദ്യം കഴിക്കാനായിട്ടിരിക്കുകയാണ്. വേദയ്ക്ക് അച്ഛൻ പൊറോട്ടയും ചിക്കനും ഒക്കെ വാങ്ങിക്കൊടുത്തു. അത് വേദ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ചിക്കനൊന്നും കഴിക്കില്ല കേട്ടോ. അച്ഛനും അമ്മയും ചിക്കൻ കഴിക്കില്ല. അച്ഛൻ ഫുൾ വെജിറ്റേറിയനാണ്. അമ്മ മുട്ടയും മീനും ഒക്കെ കഴിക്കും കേട്ടോ. അച്ഛൻ ചിക്കൻ ഒന്നും കഴിക്കത്തില്ല. അപ്പോൾ കോളിഫ്ലവർ ഫ്രൈ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. അടിപൊളി സാധനം കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. നല്ല കിടിലം സാധനം. ഇങ്ങനെയൊക്കെ ഫ്രൈ ചെയ്ത് നിങ്ങൾ കഴിക്കാറുണ്ടോ? മസാല, കുരുമുളക്, മുളക് പൊടിയൊക്കെ ഇട്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഒരു ഓംലെറ്റ് കൂടെ അടിച്ചു കൊടുക്കാൻ നേരത്തി ദോശയും ചമ്മന്തിയും നമ്മുടെ കോളിഫ്ലവറും ഓംലെറ്റും ഒക്കെയാണ്. ഞാൻ വേദയ്ക്ക് വാങ്ങിയപ്പോൾ ഒരു പൊറോട്ട ഞാൻ കഴിച്ചു. വേദയ്ക്ക് പകുതി ചിക്കൻ കൊടുത്തിട്ട് പകുതി ബാക്കി ചിക്കൻ ഞാനാട്ടോ കഴിച്ചത്. എന്നിട്ട് എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു. പുറത്ത് പോയപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ കാണുന്ന ഒരു സ്ഥിരം സബ്സ്ക്രൈബറെ കണ്ടു. ഹായ് ഹലോ ഒക്കെ പറഞ്ഞു, സന്തോഷം പങ്കുവച്ചു, വീഡിയോ എടുത്തു. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ എണീറ്റു. പിറ്റേ ദിവസം രാവിലെ എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ കേട്ടോ. ഇന്ന് രാവിലെ എണീറ്റു. രാവിലെ ദോശയും സാമ്പാറും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ദോശയും സാമ്പാറും ആയിട്ടുണ്ട്. അച്ഛൻ കഴിച്ചിട്ട് അച്ഛന് പുറത്തൊന്നും ആവശ്യമായിട്ട് അച്ഛന് പോകണമായിരുന്നു. അച്ഛൻ രാവിലെ കഴിച്ചിട്ട് പോയി. വേദന പതുക്കെ എണീറ്റ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരിക്കുക. വേദ കഴിച്ച ശേഷം ഞാൻ കഴിച്ചില്ല കേട്ടോ. അമ്മയാണ് കഴിച്ചത്, ഞാൻ കഴിച്ചില്ല. ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചിന് ഇനി എന്താ സ്പെഷ്യലൊന്നും അറിയില്ല. ചിലപ്പോൾ നമ്മുടെ വയററിയാതെ ഞാൻ കഴിച്ചു പോകും ഉച്ചയ്ക്ക്. അതുകൊണ്ട് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇന്ന്. എന്നിട്ട് അടുത്ത പരിപാടി നമ്മൾ തോരൻ വെക്കുന്നുണ്ട്. ഇന്നത്തെ ലഞ്ചിന് സാമ്പാർ, തോരൻ. ഇത് ചീരയും ചക്കക്കുരുവും കൂടെ ഇട്ട് വയ്ക്കുന്ന തോരൻ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കക്കുരു കൊണ്ടുള്ള എല്ലാ ഡിഷസും. അപ്പോൾ ഇന്ന് ചക്കക്കുരുവും ചീരയും കൊണ്ടിട്ട് തോരൻ വയ്ക്കുകയാണ്. അത് അമ്മ ചക്കക്കുരു വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അതിന് തേങ്ങ അരപ്പരച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ സാമ്പാർ, തോരൻ, പിന്നെ ഇന്ന് ഫിഷ് വാങ്ങിയിട്ടുള്ളത് ഈ മീനാട്ടോ. ഇവിടെ ട്രിവാൻഡ്രത്ത് ഇതിനെ മുള്ളുവാള എന്ന് പറയും. ഈ മീനിനെ അമ്മയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മീനാട്ടോ. അതുകൊണ്ട് ഈ മീൻ വാങ്ങി. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഫിഷും നല്ലതാണ്, മീനും നല്ലതാണ്. പക്ഷേ അതിൻ്റെ കഷ്ണം എടുത്ത് കഴിക്കാൻ കുറച്ച് നേരത്തെ പണിയുണ്ട് കേട്ടോ. ഓരോ പീസിലും 1000 മുള്ളെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് കഴിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മീനിനോട് എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഇതിൻ്റെ കറി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കറി. പിന്നെ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഇന്ന് നമ്മുടെ ഗസ്റ്റ് അവരല്ലേ, അവരുടെ ഇഷ്ടമല്ലേ നമ്മൾ കൂടുതൽ നോക്കേണ്ടത്. അതുകൊണ്ട് പിന്നെ അമ്മയ്ക്കൂടെ ഇഷ്ടമുള്ള സാധനമായ മുള്ളുവാള തന്നെ വാങ്ങി. വേദയ്ക്കൊന്നും പിന്നെ മീനിനോട് അത്ര താല്പര്യമില്ല, അച്ഛനും വേണ്ട. അതുകൊണ്ട് പിന്നെ വേദ മുള്ളായതുകൊണ്ട് ഇത് കഴിക്കില്ല. അതുകൊണ്ട് വേദയുടെ ഇഷ്ടം നോക്കിയില്ല. ഇന്നിപ്പോൾ അമ്മയുടെ ഇഷ്ടം നോക്കി വാങ്ങി. എനിക്കും ഇഷ്ടമാണ്. ഏട്ടനില്ല കേട്ടോ, ഏട്ടന് ഷൂട്ടുണ്ട്. അതുകൊണ്ട് ഏട്ടനില്ല, ഏട്ടനും ഫുഡൊന്നും കഴിക്കാനുണ്ടാവില്ല. അപ്പോൾ ഞാനും അമ്മയും മാത്രമേ കഴിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് 2 മീൻ വാങ്ങിയത് കേട്ടോ. മുള്ളുവാള എന്ന് പറയും. നിങ്ങളുടെ നാട്ടിലെ മീനിന് എന്ത് പറയുമെന്ന് പറയുക. നിറയെ മുള്ളുള്ള മീനാണിത്. അതുകൊണ്ടാണ് ഇതിനെ മുള്ളുവാള എന്ന് പറയുന്നത്. അപ്പോൾ ഇതിവിടെ അങ്ങനെ സ്ഥിരം വാങ്ങാറില്ല കേട്ടോ മീൻ. കാരണം ഏട്ടനൊട്ടും കഴിക്കില്ല മുള്ളായതുകൊണ്ട്. എനിക്കും അത്ര താല്പര്യമില്ല. പിന്നെ ഇതുപോലെ അവിടെ കളിക്കാട് വീട്ടിൽ പോകുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ അമ്മ തന്നെ കഴുകി ക്ലീൻ ചെയ്ത് വയ്ക്കണമുണ്ട്. എനിക്ക് കട്ട് ചെയ്യാനായിട്ട് അത്ര പിടിയില്ല കേട്ടോ. എങ്കിലും ഞാൻ കട്ട് ചെയ്തൊക്കെ എടുത്തു. അമ്മ കൂടെ നിന്ന് പറഞ്ഞു തന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തു. അതിനെ കറി വയ്ക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു. ശേഷം ഞാൻ കപ്പ വാങ്ങിക്കാനായിട്ട് പോയി. കപ്പ ഇല്ലായിരുന്നു, അങ്ങനെ കപ്പ വാങ്ങിക്കാനായിട്ട് പോയി. മീനിൻ്റെ കൂടെ കപ്പ കൂടെ കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ കട്ടിങ് മാത്രമേ ഉള്ളൂ കേട്ടോ പരിപാടി. വയ്ക്കുന്ന എല്ലാം, കുക്കിംഗ് എല്ലാം അമ്മയാണ്. എല്ലാം കട്ട് ചെയ്തൊക്കെ കൊടുക്കും. തോരൻ അമ്മ ചീര അവിടെ നിന്ന് വീട്ടിൽ നിന്ന് അരിഞ്ഞു കൊണ്ടുവന്നു. അതുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു. ബാക്കിയുള്ള സാധനം ഞാൻ അരിഞ്ഞു കൊടുക്കും. വയ്ക്കുന്ന എല്ലാം അമ്മ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയ ജോലി ഉണ്ടായിരുന്നില്ല. എനിക്കായാലും അമ്മയ്ക്കായാലും അധികം ജോലി ഉണ്ടായിരുന്നില്ല. അപ്പോൾ കപ്പ കഴുകി പുഴുക്കിന് വേണ്ടിയിട്ടാട്ടോ, അതായത് കറി വയ്ക്കാൻ ഇളക്കാനായിട്ടാണ് കപ്പ എടുത്തത്. അവിച്ചില്ല, പുഴുങ്ങിയില്ല, പുഴുക്കിന് വേണ്ടി എടുത്തു. അങ്ങനെ കപ്പ പുഴുക്കാക്കി. നമ്മളിവിടെ ട്രിവാൻഡ്രത്തിന് ഇളക്കി എന്ന് പറയും കേട്ടോ. കപ്പ ഇളക്കി, നല്ല വേവുന്ന കപ്പയായിരുന്നു. മീനിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കപ്പയൊക്കെ റെഡിയായി. കപ്പയെല്ലാം റെഡിയായ ശേഷം ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വന്നപ്പോൾ വേദയും അപ്പൂപ്പനും കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. വേദയ്ക്ക് അമ്മൂമ്മ ചോറും ചീരയും ഒക്കെ ഇട്ട് വിരവി കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് കഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ നീ തോരനൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വരുന്നതിന് മുന്നേ വേദ കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ തോരനും എല്ലാം കൂടെ ഇട്ട് വിരവി കൊടുക്കുകയാണ്. പക്ഷെ അവൾ കഴിച്ചു കേട്ടോ. അമ്മ എടുത്ത് കൊടുത്തുകൊണ്ടാവും അവൾ കഴിച്ചു. കുറച്ച് കൂടുതൽ ചോറുണ്ടായിരുന്നു. അതെല്ലാം ആ തോരനും ചോറും കൂടെ ആയിട്ടുള്ള കഴിച്ചു കേട്ടോ. അച്ഛനും വേദയും കൂടെയാണ് എപ്പോഴും ഭയങ്കര കൂട്ട് കേട്ടോ. അതുകൊണ്ട് 2 പേരുമാണ് ഒരുമിച്ച് കഴിക്കാനൊക്കെ എപ്പോഴും ഇരിക്കുന്നത്. അങ്ങനെ അവർ 2 പേരും കഴിച്ചെണീറ്റു. അച്ഛനും വേദയും കഴിച്ചെണീറ്റു. വേദയ്ക്ക് അത്ര ഇഷ്ടമില്ലാത്ത കറികളാണ്, മീനിനോടും താല്പര്യമില്ല. എങ്കിലും അമ്മൂമ്മ ഉരുട്ടിയൊക്കെ വെച്ച് കൊടുത്തതുണ്ടാവും കേട്ടോ. ഒരു മടിയില്ലാണ്ട് അങ്ങ് കഴിക്കുകയാണ്.
ഒരുപാട് ചോറ് ഒന്ന് വേദ കഴിച്ചു. സാധാരണ കഴിക്കുന്നതിലും കൂടുതൽ ചോറും ആ തോരനൊക്കെ വെച്ച് കഴിച്ചു കേട്ടോ. എന്നിട്ട് വേദ കഴിച്ച ശേഷം ആ പ്ലേറ്റിൽ തന്നെ ഞാൻ ചോറും കപ്പയും മീൻകറിയും തോരനും കൂടെ എടുത്തു കേട്ടോ. മീൻ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കഷ്ണത്തിനോട് അധികം താല്പര്യമില്ല, അതുകൊണ്ട് ഒരു കഷ്ണമേ എടുത്തിട്ടുള്ളൂ. പക്ഷേ കപ്പയും മുളകും മാങ്ങയൊക്കെ ഇട്ട് വെച്ചതാണ് കേട്ടോ. മാങ്ങയും മുരിങ്ങക്കായൊക്കെ ഇട്ട് വെച്ചതാണ്. അതെല്ലാം കൂടെ ഇട്ട് വിരവി ഒരു പിടി പിടിച്ച് കേട്ടോ. നന്നായിട്ട് കഴിച്ചു ഇന്ന് ഞാൻ ചോറ്. പക്ഷേ ഉണ്ടല്ലോ, അമ്മ വയ്ക്കുന്ന മീൻകറി അതൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അത് എൻ്റെ അമ്മ വയ്ക്കുന്നത് വേറൊരു ടേസ്റ്റ്, ഇവിടെ ഏട്ടൻ്റെ അമ്മ വയ്ക്കുന്നത് വേറൊരു ടേസ്റ്റ് കേട്ടോ. രണ്ട് കറിയും വേറെ വേറെ ടേസ്റ്റാണ്. അതിന് വേറെ വേറെ ഒരു രുചിയും കാണാനും ഒക്കെ വേറെ വേറെ ഭംഗിയാട്ടോ. പക്ഷേ ഇവർ രണ്ടുപേര് വയ്ക്കുന്ന പോലെയും ഞാൻ വെച്ചാലൊക്കത്തില്ല. ചിലപ്പോൾ ഒരു ലക്കിനെങ്ങാനും ഒത്താലൊത്ത്, അത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇത് അന്യായ ടേസ്റ്റായിരുന്നു. മീൻ കറി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കഷ്ണം അത്രയ്ക്ക് താല്പര്യമില്ല, പക്ഷേ കറിയും ആ കപ്പയും തോരനും ഉടങ്കല്ലി മുളകും മാങ്ങയൊക്കെ ഇട്ട് കഴിച്ചു. ആ ഉടങ്കല്ലി മുളകൊക്കെ ഇട്ട് നന്നായിട്ട് വിരവി കഴിച്ചു കേട്ടോ. കഴിച്ചപ്പോൾ അറിയില്ല, കഴിച്ചെണീറ്റപ്പോൾ വായും മുഖവും ഒക്കെ നീറുന്നു. ഭയങ്കര എരിവായിരുന്നു. പിന്നെ വേദയ്ക്ക് അപ്പം വാങ്ങിയിട്ട് വെച്ചിരുന്ന ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ഞാൻ ചെന്നിങ്ങനെ പതുക്കെ പൊക്കി. വേദയ്ക്ക് വാങ്ങി വെക്കുന്ന സാധനമെല്ലാം ഞാനും കൂടെയാണ് കഴിക്കുന്നത്. അച്ഛൻ വാങ്ങുമ്പോൾ എനിക്കൂടെ കണക്കാക്കി കേട്ടോ വാങ്ങുന്നത്. അതുകൊണ്ട് അങ്ങ് വാങ്ങി കഴിച്ചു കേട്ടോ അതിനെ. എന്നിട്ട് വേദ അമ്മൂനെ വിളിക്കാനായിട്ട് പോയി. അമ്മൂനും സ്കൂൾ അടച്ചു. ഞാൻ പറഞ്ഞു ദിയെ ഒന്ന് വിളിച്ചിട്ട് വാ, അമ്മൂമ്മ കണ്ടിട്ട് കുറേ ദിവസമായല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ദിയെ ഒന്ന് കാണാനായിട്ട്, അമ്മയ്ക്കൊന്ന് കാണാനായിട്ട് വിളിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ ദിയയ്ക്ക് എക്സാം നടക്കുന്നതേ ഉള്ളൂ, 26th വരെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ പോയി പഠിച്ചോളൂ, കുഴപ്പമില്ല, അമ്മൂമ്മ ഒന്ന് കാണാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞു. അങ്ങനെ ദിയെ വന്ന് കണ്ടിട്ട് പോയി. പിന്നെ വേദയും അമ്മയും കൂടെ ഭയങ്കര കളിയൊക്കെ കേട്ടോ. ഒന്ന് ഉറങ്ങാമെന്ന് വെച്ചപ്പോൾ ഈ പിള്ളേരുടെ ബഹളത്തിലൊന്നും നടന്നില്ല. അവസാനം കുറേ സമയം ഇരുന്ന് കളിച്ച ശേഷം ഞാനും അമ്മയും കൂടെ ചെറുതായിട്ടൊന്ന് ചാഞ്ഞു കേട്ടോ. പിന്നെ വേദയുടെ അമ്മൂൻ്റെ അനക്കം കേട്ടില്ല. അങ്ങനെ കണ്ണൊക്കെ തുറന്ന് നോക്കിയപ്പോഴാണ് എണീറ്റത്. ഇവരുടെ ബഹളം കേൾക്കാത്തതുകൊണ്ട് നോക്കിയപ്പോഴാണ് എണീറ്റത്. എണീറ്റ ശേഷം നോക്കിയപ്പോൾ 3:30-4 മണിയായി. പിന്നെ ചായ ഇടാമെന്ന് കരുതി അങ്ങനെ ചായക്ക് അടുപ്പത്ത് വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അച്ഛൻ പുറത്ത് പോയിട്ട് വന്നപ്പോൾ ചായക്ക് കടിയൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ. ഉഴുന്നുവടയും പരിപ്പ് വടയും കാരാവടയൊക്കെ വാങ്ങിയിട്ട് വന്നു. എന്തിനാണ് ഇത്രയും വാങ്ങിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അച്ഛൻ വാങ്ങാൻ പോയാൽ ഇങ്ങനെ കേട്ടോ. നമ്മൾ 4 പേരാണുള്ളത്, 4 പേർക്കും കണക്കാക്കി 3 ഐറ്റം സാധനം വാങ്ങിയിട്ട് വന്നു കേട്ടോ. ഇതിന് വേസ്റ്റാണ്, വെറുതെ ഇത്രയും വാങ്ങിയിട്ട് വന്നു. പിന്നെ അമ്മൂടെ ഉണ്ട് എങ്കിലും അമ്മുവൊക്കെ കഴിച്ചാലും എത്ര കഴിക്കും. അതെ, ഞാൻ രാവിലെ അവലൊക്കെ നനച്ച് വെച്ചായിരുന്നു കേട്ടോ. അതിനെടുത്ത് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചു. ഇതിരുന്നാലും ചീത്തയായി പോവില്ലേ അവൽ, പിന്നെ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് കരുതി. ഉച്ചയ്ക്ക് ഞാൻ ചോറ് കഴിച്ചതിൻ്റെ ക്ഷീണം കേട്ടോ എൻ്റെ വയറിൽ കാണുന്നത്. അത്രയ്ക്കും വേണ്ടി എൻ്റെ വയറ് നിറങ്ങി ഇപ്പോഴും ഇരിക്കുകയാണ്. ഞാൻ അത്രയ്ക്കും വേണ്ടി ഉച്ചയ്ക്ക് കഴിച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് വടയും ഒക്കെ കഴിക്കാനായിട്ട് ഞാൻ ചമ്മന്തി കൂടെ അരച്ചായിരുന്നേ. വൈറ്റ് ചട്നി അരച്ചായിരുന്നു. അപ്പോൾ ഇനി പ്ലേറ്റ് എടുക്കാൻ വയ്യ, എടുത്താൽ പിന്നെ കഴുകാൻ പാടായതുകൊണ്ട് ഞാൻ വേദയോട് പറഞ്ഞു അമ്മൂമ്മയും കൂട്ടി മിനി ആൻറ്റിയുടെ വീടിൻ്റെ അവിടെ പോയി ഇല എടുത്തിട്ട് വാ, ഇലയിൽ നമുക്ക് വടയും ചട്നിയും കൂടെ കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയും വേദയും കൂടെ പോയി ഇല എടുക്കുകയാണ് കേട്ടോ. ഇലയൊന്നും നല്ലതില്ല, പിന്നെ പീസായിട്ട് ഇല എടുത്തു. ചെറിയ കുഞ്ഞ് പീസായിട്ട് എടുത്തിട്ട് അതിൽ ചമ്മന്തിയും വടയും മാത്രമേ ഉള്ളൂ. അങ്ങനെ കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തു. അങ്ങനെ വേദയും അമ്മുവും ഞാനും അമ്മയും കൂടെ വടയും ചായയൊക്കെ കഴിക്കാനായിട്ടിരിക്കുകയാണ്. അച്ഛൻ കുറച്ച് കഴിഞ്ഞ് മതിയെന്ന് പറഞ്ഞു കേട്ടോ. അച്ഛന് മുറുക്കുന്ന ശീലമുണ്ട് കേട്ടോ. അങ്ങനെ വായിക്കകത്ത് മുറുക്കാനിട്ടൊക്കെയാണ്, അതുകൊണ്ട് ഇപ്പം ചായ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാനും അമ്മയും വേദയും അമ്മുവും കൂടി കഴിച്ചു. അമ്മുവിന് പരിപ്പ് വട മാത്രം മതിയെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ പരിപ്പ് വടയും ചട്നിയും കൂടെ അമ്മു കഴിച്ചു. വേദ ഉഴുന്ന് വടയും ഒരു പരിപ്പ് വടയും. അമ്മയ്ക്കും ഉഴുന്ന് വടയോടെ താല്പര്യമുള്ളൂ, പരിപ്പ് വടയോടൊന്നും താല്പര്യമില്ല കേട്ടോ. ഞാനൊരു കാരാവട ടേസ്റ്റ് ചെയ്യാൻ കരുതി കേട്ടോ. അച്ഛൻ വാങ്ങിയിട്ട് വന്നപ്പോൾ നല്ല ചൂടായിട്ടിരുന്നു. ഇപ്പോൾ തണുത്തപ്പോൾ അത്ര ടേസ്റ്റ് തോന്നുന്നില്ലെങ്കിലും ചട്നിയും കൂട്ടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി വൈകിട്ട് വേറെ പരിപാടിയൊന്നുമില്ല. ചോറുണ്ട്, കറികളെല്ലാം ഇരിക്കുന്നു, അല്ലെങ്കിൽ ദോശമാവുണ്ട്. ദോശമാവ് വീട്ടിൽ നിന്ന് അമ്മ അരച്ചിട്ട് വന്നതാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ദോശമാവുണ്ട്, പിന്നെ പുട്ട് വേണമെങ്കിൽ പുട്ട് വയ്ക്കാം. അങ്ങനെയൊക്കെ ആ ഒരു പ്ലാനിങ്ങിലാണ്. വേറെ അധികം പ്ലാനിങ് ഒന്നും ഇല്ലതുകൊണ്ട് രാത്രി അധികം ജോലിയില്ല എന്നാണ് ഒരു നിഗമനം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ, ബൈ ബൈ.